ഹലോ അസ്സലാമലൈക്കും. വെൽക്കം ബാക്ക് റംലാസ് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. റംലാസ് കിച്ചണിൽ നിന്ന് വന്നിരിക്കുന്നത് റെസ്റ്റോറൻറ്റിൽ നിന്നൊക്കെ പോയിട്ട് കഴിക്കുന്നത് നമ്മൾ അടിപൊളിയായിട്ടുള്ള ഫ്രൈഡ് റൈസും കൊണ്ടാണ്. അത് എങ്ങനെയാണ് വീട്ടിലുണ്ടാക്കുന്നത് നമുക്കൊന്ന് പെട്ടെന്ന് തന്നെ വീഡിയോയിലേക്ക് പോയി കണ്ടു നോക്കാം. എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന രൂപത്തിലാണ് ഞാൻ ഈ ഫ്രൈഡ് റൈസ് ഉണ്ടാക്കിയത്. എന്നാൽ ശരി, സമയം കളയാതെ നമുക്കൊന്ന് വീഡിയോയിലേക്ക് പോയിട്ടൊന്ന് കണ്ടു നോക്കാം. ഞാൻ എടുത്തിരിക്കുന്നത് ചിക്കനാണ്. ചിക്കൻ നല്ലതുപോലെ തന്നെ കഴുകിയതിന് ശേഷം വെള്ളമൊക്കെ കളഞ്ഞ് മഞ്ഞൾ ഉപ്പൊക്കെ ഇട്ട് കഴുകിയ 250 ഗ്രാം ചിക്കനാണ് ഞാൻ എടുത്തിരിക്കുന്നത്. അതിലേക്ക് നമ്മൾക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. പിന്നെ ഞാൻ അതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് 1 ടീസ്പൂണും നമ്മൾ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റാണ്. ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും ചേർത്ത് കൊടുത്തതിന് ശേഷം ഞാൻ 1 ടീസ്പൂണ് കുരുമുളകും അതേപോലെ തന്നെ 1 ടീസ്പൂണ് നല്ല ജീരകത്തിൻ്റെ പൊടിയാണ് അതും ചേർത്ത് കൊടുത്തതിന് ശേഷം പിന്നെ ഞാൻ ചേർത്ത് കൊടുക്കുന്നത് 1 ടീസ്പൂണ് മല്ലിപ്പൊടിയാണ്. മല്ലിപ്പൊടിയും ചേർത്ത് കൊടുത്തതിന് ശേഷം ഒരു 1.5 ടേബിൾ സ്പൂണാണ് ഞാൻ നമ്മളെ കാശ്മീരി ചില്ലി പൗഡറാണ്, അതും ചേർത്ത് കൊടുക്കുക. ചേർത്ത് കൊടുത്തതിന് ശേഷം പിന്നെ ഒരു പിഞ്ച് മഞ്ഞൾപ്പൊടി മാത്രമേ ഞാൻ ചേർക്കുന്നുള്ളൂ. ഓൾറെഡി നമ്മൾ മഞ്ഞളൊക്കെ ഇട്ട് കഴുകിയ ചിക്കനാണ്. അതേപോലെ തന്നെ അതിലേക്ക് ഒരു 3/4 ടീസ്പൂണ് ഗരം മസാല പൊടിയും ചേർത്തതിന് ശേഷം പിന്നെ ഞാൻ അതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് നമ്മളെ കോൺഫ്ലവറാണ്. കോൺഫ്ലവർ 2 ടേബിൾ സ്പൂണ് കോൺഫ്ലവറും അതേപോലെ തന്നെ അരിപ്പൊടിയാണ്, പച്ചരിപ്പൊടി, അതും 2 ടേബിൾ സ്പൂണ് ചേർത്ത് കൊടുത്തതിന് ശേഷം പിന്നെ ഞാൻ അതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് 1 ടേബിൾ സ്പൂണ് നാരങ്ങ നീരും ചേർത്ത് കൊടുത്തതിന് ശേഷം നല്ലതുപോലെ തന്നെ ഇതൊന്ന് നമ്മൾക്ക് കൈകൊണ്ട് നമുക്കിതൊന്ന് മിക്സാക്കാം. അതിൻ്റെ ഇടയിൽ ഞാൻ മറന്നുപോയി ഒരു കോഴിമുട്ടയും കൂടി ചേർത്ത് കൊടുക്കുക. കോഴിമുട്ടയും ചേർത്ത് കൊടുത്തതിന് ശേഷം എല്ലാം കൂടി നല്ലതുപോലെ തന്നെ മിക്സ് ആക്കിയിട്ട് എടുക്കുക. നല്ലതുപോലെ മിക്സ് ആക്കിയിട്ട് ഒരു 10 മിനിറ്റ് നമുക്കൊന്ന് മാറ്റി വെക്കാം. 10 മിനിറ്റ് കഴിഞ്ഞപ്പോൾ ഞാനൊരു ചീഞ്ചട്ടി അടുപ്പത്ത് വെച്ച് എണ്ണ ചൂടാകുമ്പോൾ ഞാൻ ഇടുന്ന ഭാഗം ഒന്ന് കട്ടായി പോയിട്ടുണ്ട്, സോറി. നമ്മൾ ഈ മസാല പുരട്ട ചിക്കനൊക്കെ നമുക്ക് നല്ലതുപോലെ ഇതിലിട്ട് ഫ്രൈ ആക്കിയിട്ട് എടുക്കുക. എല്ലാം തന്നെ നല്ലതുപോലെ തന്നെ പൊരിഞ്ഞ് വരണം. നല്ലതുപോലെ ഫ്രൈ ആയതിന് ശേഷം നമുക്കിതൊന്ന് കോരി മാറ്റാം. നമ്മളെ ചിക്കനൊക്കെ എല്ലാം തന്നെ നല്ലതുപോലെ തന്നെ ഇതായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് കോരി ഒരു പ്ലേറ്റിലേക്ക് മാറ്റി കൊടുക്കാം. നമ്മളെ ചിക്കനൊക്കെ നല്ലതുപോലെ ഫ്രൈ ആയിട്ടുണ്ട്. ഇതിനെല്ലാം തന്നെ മാറ്റി വെച്ച് അതൊന്ന് ചൂടാറിയതിന് ശേഷം നമ്മൾക്ക് ഓരോ ചിക്കൻ പീസും എടുത്ത് നമുക്ക് ഇതേപോലെ ഞാൻ കട്ട് ചെയ്യുന്നതുപോലെ ഇതേപോലെ ഒരു മീഡിയം സൈസിലായിട്ട് ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് നമുക്കിതെല്ലാം ഒരേപോലെ കഷ്ണങ്ങളാക്കി കൊണ്ടുവരാം. നമ്മൾ ചിക്കനെല്ലാം അധികം ചെറുതാക്കാതെ ഒരു നമ്മൾ കഴിക്കാൻ പറ്റുന്ന രൂപത്തിൽ ഫ്രൈഡ് റൈസിലിടുമ്പോൾ നമുക്ക് എങ്ങനെയാണോ കാണേണ്ടത് അത് രൂപത്തിൽ വേണം കട്ട് ചെയ്തിട്ടെടുക്കാൻ. നമുക്കെല്ലാം തന്നെ ഇതേപോലെ ഒന്ന് കട്ട് ചെയ്തിട്ട് നമുക്കിതൊന്ന് മാറ്റി വെക്കാം. അടുത്തതായിട്ട് ഞാൻ ചെയ്യുന്നത് ഒരു പാത്രം അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഞാൻ ചേർക്കുന്നത് നമ്മളെ ഒലിവ് ഓയിലാണ്. ഒലിവ് ഓയിൽ ചേർത്തതിന് ശേഷം അത് നല്ലതുപോലെ ചൂടായിട്ട് വരുമ്പോൾ ഞാൻ അതിലേക്ക് ഒരു 3 ടേബിൾ സ്പൂണ് നമ്മളെ വെളുത്തുള്ളി ചതച്ചതാണ്, അതും ചേർത്ത് കൊടുത്തതിന് ശേഷം അത് നല്ലതുപോലെ ചൂടായിട്ട് വരുമ്പം അതിലേക്ക് ഞാൻ 2 ചെറിയ ഉള്ളിയാണ് പൊടിയായി എരിഞ്ഞ ഉള്ളിയും ചേർത്ത് കൊടുത്ത് അതും നല്ലതുപോലെ ഇളക്കി കൊടുക്കാൻ. ഉള്ളിയും അതേപോലെ വെളുത്തുള്ളി എല്ലാം തന്നെ നമ്മൾ എണ്ണയിൽ കടന്ന് നല്ലതുപോലെ മൂത്ത് വരുമ്പം അതിലേക്ക് ഞാൻ 1 കപ്പ് നമ്മളെ ബീൻസാണ്, 1 കപ്പ് ബീൻസും അതേപോലെ തന്നെ 1 കപ്പ് നമ്മളെ ക്യാരറ്റ് പൊടിയായി അരിഞ്ഞതും ചേർത്ത് കൊടുക്കാം. ബീൻസും ക്യാരറ്റും എല്ലാം തന്നെ നല്ലതുപോലെ മിക്സ് ആക്കിയതിന് ശേഷം പിന്നെ ഞാൻ അതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് നമ്മളെ എല്ലാം തന്നെ നല്ലതുപോലെ തന്നെ മിക്സ് ആക്കിയിട്ടൊക്കെ വരണം. പിന്നെ ഞാൻ അതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് 1 കപ്പ് തന്നെ നമ്മൾ ക്യാബേജാണ്. ക്യാബേജും ചേർത്ത് കൊടുത്തതിന് ശേഷം എല്ലാം കൂടി നല്ലതുപോലെ തന്നെ മിക്സ് ആക്കിയിട്ടെടുക്കുക. വലിയ തീയിൽ വെച്ചിട്ട് വേണം, നമ്മളെല്ലാം ഗ്യാസൊക്കെ കൂട്ടി വെച്ചിട്ട് വേണം ഇതൊക്കെ ചെയ്യാൻ. അധികം നമ്മൾ സോഫ്റ്റ് ആക്കിയിട്ട് കൊണ്ടുവരേണ്ട ഫ്രൈഡ് റൈസ്, അന്നേരം ഒട്ടും ടേസ്റ്റ് ഉണ്ടാവില്ല. എല്ലാം നല്ലതുപോലെ ക്യാരറ്റും ബീൻസും അതേപോലെ തന്നെ എല്ലാം നല്ലത് മിക്സായി വരുമ്പോൾ ഞാൻ അതിലേക്ക് 1 ക്യാപ്സിക്കാണ് പൊടിയായി എറിഞ്ഞ 1 ക്യാപ്സിക്കും അതേപോലെ സ്പ്രിംഗ് ഓണിയൻ്റെ അതും 1/4 കപ്പോളുണ്ട്, അതും ചേർത്ത് കൊടുത്ത ശേഷം എല്ലാം തന്നെ നല്ലതുപോലെ തന്നെ മിക്സ് ആക്കിയിട്ട് എടുക്കുക. പിന്നെ ഞാൻ ചെയ്ത് കൊടുത്തിരിക്കുന്നത് മുട്ടയാണ്. അതിന് വേണ്ടി ഞാൻ 3 മുട്ട എടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് മുട്ട വേണ്ടെങ്കിൽ സ്കിപ്പ് ചെയ്യുക.
3 മുട്ട ഞാൻ എടുത്തിട്ടുണ്ട്. അത് പൊട്ടിച്ചൊഴിച്ചതിന് ശേഷം അതിലേക്ക് ഞാൻ 1 ടീസ്പൂണ് കുരുമുളക് പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇത് അടിക്കുന്നത് എൻ്റെ ആങ്ങളുടെ മോളാണ്. അവൾ ഇടയിലേക്ക് കയറിയതാണ്. അവൾക്ക് ഈ കുക്കിങ്ങൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ ചെയ്യുന്ന കണ്ടപ്പോൾ എൻ്റെ ഇടയിലേക്ക് വന്നതാണ്. അതിലേക്ക് എല്ലാം അടിച്ച് വെക്കുക. അതിലേക്ക് നമ്മൾ ചെയ്യുന്ന മസാലയിലേക്ക് 1 ടീസ്പൂണ് കുരുമുളക് പൊടിയാണ്. ഞാൻ അതിന് മുമ്പ് ഒരു 1/2 ടീസ്പൂണും കൂടി ചേർത്തിട്ടുണ്ട്. അങ്ങനെ 1.5 ടീസ്പൂണ് കുരുമുളക് പൊടിയാണ് ഞാൻ ചേർത്ത് കൊടുത്തിരിക്കുന്നത്. അതെല്ലാം തന്നെ നല്ലതുപോലെ തന്നെ മസാല എല്ലാം നല്ലതുപോലെ തന്നെ മിക്സ് ആക്കിയതിന് ശേഷം നടുവിൽ ഇതേപോലെ ഉണ്ടാക്കിയതിന് ശേഷം നമ്മൾ എടുത്ത് വെച്ച നമ്മളെ മുട്ടൻ്റെ കൂട്ട് നമുക്കതിലേക്ക് 1 ടീസ്പൂണ് ഒലിവ് ഓയിലും ചേർത്ത് കൊടുത്തതിന് ശേഷം നമ്മളെ മുട്ടക്കൂട്ട് അതിലേക്ക് ചേർത്ത് കൊടുക്കുക. മുട്ട അടിച്ചതിൻ്റെ ബാറ്റർ നമുക്കതിലേക്ക് ചേർത്ത് കൊടുത്ത് 1 സെക്കൻഡ് വെച്ചതിന് ശേഷം നമ്മൾക്കിത് നല്ലതുപോലെ തന്നെ നമ്മൾക്കിതൊന്ന് മിക്സ് ആക്കിയിട്ട് എടുക്കണം. നല്ലതുപോലെ മിക്സ് ആക്കിയിട്ട് നമ്മൾ സ്ക്രാമ്പിൾ ചെയ്യുന്നത് എങ്ങനെയാണോ അത് ബുർജിയൊക്കെ ഉണ്ടാക്കുന്നില്ല അതേപോലെ തന്നെയാണ്. അങ്ങനെ ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് ഇതിൽ മുട്ട വേണ്ടെങ്കിൽ നിങ്ങൾ ഒഴിവാക്കിക്കോളി. പക്ഷേ മുട്ട ചേർത്താൽ കുറച്ചും കൂടി നല്ല ടേസ്റ്റാണ്. മുട്ടയും അതുപോലെ തന്നെ വെജിറ്റബിളും അതേപോലെ ചിക്കനൊക്കെ വരുമ്പോഴാണ് നമ്മൾ ഫ്രൈഡ് റൈസൊക്കെ ശരിക്കും നമ്മൾ റെസ്റ്റോറൻറ്റിൽ നിന്ന് വാങ്ങി കഴിക്കുന്ന അതേ രൂപത്തിലായിട്ട് വരുന്നത്. എല്ലാം കൂടി നമ്മൾക്ക് നല്ലതുപോലെ തന്നെ മിക്സാക്കാം. നമ്മളെ പച്ചക്കറിയും മുട്ടയും ഇതൊക്കെ നല്ലതുപോലെ മിക്സ് ആക്കിയതിന് ശേഷം നമ്മൾ കഷ്ണങ്ങളാക്കി വെച്ച് നമ്മൾ ഫ്രൈ ചെയ്തെടുത്ത് വെച്ച നമ്മൾ ചിക്കനും അതിലേക്ക് ചേർത്ത് കൊടുത്തതിന് ശേഷം നല്ലതുപോലെ തന്നെ ഇതൊന്ന് മിക്സാക്കുക. പെട്ടെന്ന് നമുക്ക് എല്ലാ സാധനങ്ങളും ഒരുക്കി വെച്ചാൽ പെട്ടെന്ന് തന്നെ ഉണ്ടാക്കാൻ പറ്റുന്നതാണ് നമ്മൾ ഈ ഫ്രൈഡ് റൈസ്. അതിലേക്ക് ഒരു 1.5 ടേബിൾ സ്പൂൺ ഞാൻ നമ്മളെ സോയാ സോസും ചേർത്ത് കൊടുത്തതിന് ശേഷം നല്ലതുപോലെ തന്നെ ഇതൊന്ന് മിക്സ് ആക്കിയിട്ട് എടുക്കുക. എല്ലാം കൂടി മിക്സ് ആക്കിയ ശേഷം പിന്നെ ഞാൻ ചേർത്ത് കൊടുക്കുന്നത് ഞാൻ 3 കപ്പ് അരി നേരത്തെ തന്നെ ഞാൻ കുറച്ച് വെള്ളത്തിലിട്ട് വേവിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. 3 കപ്പ് അരി വേവിച്ചതാണ്. അത് നമ്മൾ ബാസ്മതി അരിയാണ്. നോർമലായിട്ടുള്ള നമ്മൾ ഫ്രൈഡ് റൈസൊക്കെ ഉണ്ടാക്കാൻ പറ്റുന്ന ബാസ്മതി അരി. അത് 3 കപ്പാണ്. അതെല്ലാം അതിലേക്ക് ചേർത്ത് കൊടുത്തതിന് ശേഷം എല്ലാം കൂടി നല്ലതുപോലെ തന്നെ ഇതൊന്ന് മിക്സ് ആക്കിയിട്ട് എടുക്കണം. എല്ലാ ഭാഗവും ഒരേപോലെ വരുന്നത് രൂപത്തിൽ മിക്സ് ആക്കിയിട്ട് ഇതേപോലെ നമുക്കൊന്ന് എല്ലാം എടുത്ത് വെക്കാം. നമ്മൾ ഫ്രൈഡ് റൈസൊക്കെ ഞാൻ നല്ലതുപോലെ തന്നെ മിക്സ് ആക്കിയിട്ട് എടുത്തിട്ടുണ്ട്. അതിൻ്റെ മുകളിലായിട്ട് കുറച്ച് സ്പ്രിംഗ് ഓണിയനും കൂടി ചേർത്ത് കൊടുത്ത ശേഷം വീണ്ടും നല്ലതുപോലെ തന്നെ മിക്സ് ആക്കിയിട്ട് നമുക്കിതൊന്ന് മാറ്റിയിട്ട് വെക്കാം. നമ്മൾ ഫ്രൈഡ് റൈസൊക്കെ ഓൾറെഡി നമുക്ക് റെഡി ആയിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് കുറച്ച് സമയത്തേക്ക് എല്ലാം തന്നെ സെറ്റാക്കിയതിന് ശേഷം നമുക്കിതൊന്ന് അടച്ചിട്ട് വെക്കാം. അടച്ചതിന് ശേഷം നമുക്ക് വീണ്ടും ഞാനൊരു 10-15 മിനിറ്റ് ഇത് അടച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. നമ്മൾ ഫ്രൈഡ് റൈസൊക്കെ നമുക്ക് ശരിയായി നമുക്കതൊരു പ്ലേറ്റിലേക്ക് മാറ്റി കൊടുക്കാം. എല്ലാം തന്നെ നല്ല അടിപൊളി ഫ്രൈഡ് റൈസാണ്. നിങ്ങൾ ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായം പറയണം. അതേപോലെ തന്നെ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് തരണം, സപ്പോർട്ട് തരണം. നിങ്ങൾ അതേപോലെ തന്നെ നിങ്ങൾ ഷെയർ ചെയ്തിട്ട് കൊടുക്കാം. ഞാൻ ഇതേപോലെയുള്ള ഒരു പുതിയ നല്ല നല്ല വീഡിയോ ആയിട്ട് തന്നെ പെട്ടെന്ന് തന്നെ ഞാൻ വരുന്നതായിരിക്കും. ഇതിന് ഞാൻ ഒരു റെസിപ്പിയും കൂടി ചേർക്കുന്നുണ്ട്. ഇതിന് കൂട്ടാനായിട്ട് നമ്മൾക്കൊരു സോസ് വേണം. അതിന് വേണ്ടി 2 പച്ചമുളക് അതേപോലെ തന്നെ കുറച്ച് ഉപ്പ് ചേർത്ത് ഇത് ഉണ്ടാക്കുന്നത് എൻ്റെ ആങ്ങളൻ്റെ മോളാണ്. അവൾ പേര് ബീബി എന്നാണ്. അവളാണ് ഇത് ഉണ്ടാക്കുന്നത്. അതിലേക്ക് 2 ടേബിൾ സ്പൂൺ സിറക്ക ഒഴിച്ച് കൊടുത്ത് 1 ടീസ്പൂണ് സോയാ സോസ് ഒഴിച്ച് കൊടുത്തതിന് ശേഷം 1 ടീസ്പൂണും നമ്മൾ സ്പ്രിംഗ് ഓണിയന് അതും ചേർത്ത് കൊടുത്തതിന് ശേഷം 1/4 കപ്പ് വെള്ളവും ചേർത്തിട്ടാണ് നല്ലതുപോലെ തന്നെ ഇതൊന്ന് മിക്സ് ആക്കിയിട്ട് എടുക്കുക. നമ്മളെ സോസൊക്കെ റെഡി ആയിട്ടുണ്ട്. എല്ലാവർക്കും ഞങ്ങളെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ സപ്പോർട്ട് തരണം.